സാർ, ഒരമ്മയും മോളും രണ്ടുപേരും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാ. പക്ഷേ രാത്രിയായി പോയതുകൊണ്ട് ഇവിടെ വന്നങ്ങ് പെട്ടുപോയി. നാളെ ഇനിയിപ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഈ അമ്പലത്തിൽ തങ്ങാനൊരു സഹായം ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. എന്തായാലും അവർ അമ്പലത്തിൽ എത്തട്ടെ, എന്നിട്ട് ഞാൻ ഒന്നുകൂടി വിളിച്ചു ചോദിക്കാം. ഞാൻ പറഞ്ഞില്ലേ ചിന്നുവിനെയും സീതയും ദൈവം കാത്തോളൂന്ന്. എന്തായാലും ദൈവം അയച്ചതാ ആ മനുഷ്യന്. ഇതാ ഞാൻ പറഞ്ഞ അമ്പലം. ഏതായാലും നിങ്ങൾ ഇറങ്ങാൻ വരട്ടെ. ഞാൻ പോയി അവിടെ ഭാരവാഹികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ട് വരാം. ഏട്ടന് ഞങ്ങളൊരു ബാധ്യതയായല്ലേ? ആ പിന്നെ ഭയങ്കര ബാധ്യതയായിപ്പോയി. ഇതുപോലുള്ള കുട്ടിപ്പിശാസുകൾ എനിക്കുമുണ്ട്. ഒന്നല്ല 4 എണ്ണം. കല്യാണി എന്നുള്ള വിളിയേക്കാളും മോളെ എന്നുള്ള വിളിയാ കൂടുതൽ അടുപ്പമുണ്ടാവുക. മോളെന്നെ ഏട്ടാന്നല്ലേ വിളിച്ചത്? അതാണ്, അതൊരു സ്ഥാനമല്ലേ. മോളും എൻ്റെ പെങ്ങന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി. അങ്ങനെയുള്ളപ്പോ ഈ പെങ്ങളെ കളഞ്ഞിട്ട് ഈ വലിയേട്ടന് പോകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. തൽക്കാലം നിങ്ങൾ ഇവിടെ ഇരിക്കുക. പേടിക്കണ്ട, ഇവിടെ നിങ്ങൾ സുരക്ഷിതരായിരിക്കും. ഈ കാലത്ത് സ്ത്രീകളെ ഒന്നും ആരും അങ്ങനെ സംരക്ഷിക്കാൻ നിൽക്കൊന്നുമില്ല. കാലം അത്ര നല്ലതല്ല. അതുകൊണ്ടാ ഞാൻ ഏതായാലും അവരോട് സംസാരിച്ചിട്ട് വരാം. പേടിക്കണ്ട. സാറിന്റെ ഒരു സൗജന്യം എനിക്ക് വേണ്ട. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ചിന്നുവിനെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കണ്ട. ഞാനിപ്പോ ചിന്നുവിന്റെ ഫോണിൽ വിളിച്ചിരുന്നു. ചിന്നു സീതയും ഏതോ ഒരു അമ്പലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. പോകുന്നത് ഒരു അമ്പലത്തിലേക്കായതുകൊണ്ട് ഇന്ന് രാത്രി അവളും സീതയും സേഫ് ആയിരിക്കും. അതുകൊണ്ട് വെറുതെ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കെ. ചിന്നുവിന്റെ കാര്യത്തിൽ അങ്ങനെ സംഭവിക്കൂ. അവള് പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് അവളെ കൈവിടില്ല. ആരോരും ഇല്ലാത്തവർക്ക് ആരെങ്കിലും കാണൂന്ന് പറയാറില്ലേ? ചേട്ടാ,
ഇവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ ആരെങ്കിലും ഒന്ന് കാണാൻ പറ്റുമോ? പ്രസിഡന്റ് അകത്തുണ്ട്. അത്താഴ പൂജ കഴിഞ്ഞ് ആള് തൊഴുതിട്ട് ഇറങ്ങിയിട്ട് കണ്ടാ പോരെ? ആ, ആളിനെ കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു, അതാ പെട്ടെന്ന്. ആ എന്നാ വാ. ഉണ്ണിതാനെ, താനൊന്നും പറയണ്ട. കൊടിമരത്തിന്റെ പണി ചിങ്ങമാസം തുടങ്ങും. അതെ അതെ, തിരുവോണത്തിനന്ന് രാവിലെ തന്നെയാ മുഹൂർത്തം കിട്ടിയിരിക്കുന്നത്. താൻ വേണം കൊടിമരം ദേവിക്ക് സമർപ്പിക്കാൻ. സമർപ്പണം ശ്രീമംഗലത്ത് ജയദേവൻ ഉണ്ണിത്താനെന്ന് ബോർഡ് വരെ ചെയ്തു വെച്ചു കഴിഞ്ഞു. കൊടിമരം പൂർത്തിയാകുന്ന ദിവസത്തെ അന്നദാനം നമസ്കാരം. ക്ഷേത്രം വകയാ. അല്ലെങ്കിൽ ഞങ്ങൾ ഏതെങ്കിലും സ്പോൺസറെ കണ്ടെത്തി നടത്തിക്കോളാം. ശരി, ഞാൻ വെക്കുക. സർ, സാറിനെ കാണാൻ വന്നതാ. ആരാ? എന്താ വേണ്ട? അതെ സാർ, ഒരു അമ്മയും മോളും രണ്ടുപേരും ഒരു യാത്രയ്ക്ക് ഇറങ്ങിയതാ. പക്ഷേ രാത്രിയായി പോയതുകൊണ്ട് ഇവിടെ വന്നങ്ങ് പെട്ടുപോയി. നാളെ ഇനിയിപ്പോൾ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ഇവിടെ ഈ അമ്പലത്തിൽ തങ്ങാനൊരു സഹായം ചെയ്തു കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. രാത്രി നിൽക്കാൻ അവർക്ക് സുരക്ഷിതമായിട്ടുള്ള ഒരു ഇടമില്ലാത്തോണ്ടാ. ദേവി ഒന്നും സഹായിക്കണം. എന്താ നിങ്ങൾ ഈ പറയുന്നത്? രാത്രിയില് അമ്പലത്തിൽ സ്ത്രീകൾക്ക് താമസമോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. സാർ, കമ്മിറ്റി തീരുമാനമില്ലാതെ അങ്ങനെ ആരെയും ഇവിടെ കയറ്റാൻ പറ്റില്ല. അയ്യോ, അത് ഇക്കാലത്ത് ഇങ്ങനെ കയറി വരുന്നവർക്ക് അഭയം കൊടുത്ത് നാളെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാ അതിന് ഉത്തരം പറയാൻ എന്നെ കൊണ്ട് പറ്റില്ല. നിങ്ങൾ വേറെ വല്ല ലോഡ്ജിലോ മറ്റോ നോക്ക്. അത് പിന്നെ സാറേ, ലോഡ്ജിലൊന്നും ഒരു മുറിയില്ല, ഞങ്ങൾ നോക്കിയതാ. അത് മാത്രമല്ല, എല്ലാ ലോഡ്ജിലും സ്ത്രീകൾക്ക് സംരക്ഷണയോടുകൂടി നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഉള്ളത്. ഇതൊരു ദൈവത്തിന്റെ സാന്നിധ്യമുള്ള സ്ഥലമല്ലേ. ഒറ്റ രാത്രി, ഒരു രാത്രി വെളുക്കുന്നവരെ മാത്രം അവര് ഇവിടെ ഏതെങ്കിലും ഒരു കോണിൽ ഒതുങ്ങി കിടന്നോളും. ഒരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടാക്കില്ല. ഒരു ചെറിയ സഹായം, ഒരു മനുഷ്യത്വം. മനുഷ്യത്വമൊക്കെ ശരി തന്നെ. ക്ഷേത്രത്തിന്റെ ആചാരങ്ങളും നിയമങ്ങളും അങ്ങനെയല്ലല്ലോ. നട അടച്ചു കഴിഞ്ഞാ പിന്നെ ഇവിടെ ആരെയും നിർത്താൻ പറ്റില്ല. ഞാൻ താൻ ദയവ് ചെയ്ത് സ്ഥലം വിട്. സാറേ പോലെ ഒരു കാര്യം, ഇവിടെ ഈ അമ്പലത്തില് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു. ഈ പുണ്യപ്രവൃത്തിയിലേക്ക് എന്റെ വകയായിട്ട് ഒരു തുക ഞാൻ സംഭാവനയായിട്ട് തരാം. അവരുടെ ജീവന്റെ കാര്യമായോണ്ടാ, തടസ്സം പറയരുതേ. നിങ്ങൾ കരിനീലക്കാവിലുള്ളതല്ലേ? അതെ. അല്ല, തിരുമേനിയെ എന്നെ മനസ്സിലായി കാണില്ല. കരിനീലക്കാവിലെ ക്ഷേത്രോത്സവത്തിനും വിശേഷ പൂജയ്ക്കൊക്കെ ഞാനവിടെ വന്നിട്ടുണ്ട്. ഓ, അത്ര പെട്ടെന്ന് മറക്കാനാവില്ല. ദൈവീകമായൊരു വെളിച്ചം എപ്പോഴും കൂടെയുള്ള ആളാണിത്.